എന്നാലേ ഞാൻ കിടക്കാൻ പോവാ. ഞാൻ രാവിലെ വന്ന് വിളിക്കും, രണ്ടുപേരും എഴുന്നേക്കണം. ഓക്കേ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഉമ്മ. ശരി. നമുക്ക് ഇന്ന് അമ്മയുടെ ഒപ്പം കിടക്കാം, എന്നിട്ട് അമ്മയെ കൊണ്ട് കഥ പറയിപ്പിക്കാം. ആന്റി അവിടെ നിപ്പുണ്ട്. നിനക്ക് കൊച്ചുങ്ങളെ നോക്കി വല്ല പരിചയമുണ്ടോ? ആ ഉണ്ട്. എന്നാ ഒന്ന് എടുത്തേ നോക്കട്ടെ. ആ മോളുടെ അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോകും. പിന്നെ ഞാനും ഇവളുടെ മുത്തച്ഛനും ഇവിടെ ഉണ്ടാവും. മോളുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. സമ്മതമാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. ഞാൻ നിന്നോളാം മോളെ, പറഞ്ഞതുപോലെ ഞാൻ നോക്കിക്കോളാം. അല്ല, നിന്റെ മുഖത്തെന്താ ഈ പാടൊക്കെ? അത് ഒരു ആക്സിഡന്റ് ആയതാ. എന്താ നിന്റെ പേര്? ശാരദ. ശമ്പളമൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങള് ഉള്ളതെന്തോ അത് കൊടുത്താ മതി. വിശ്വസിക്കാം, അവളെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. മോളെ നോക്കാനുള്ള മരുങ്ങൊക്കെ അവൾക്കുണ്ട്. മോള് പെട്ടെന്ന് ഇണങ്ങി. സ്നേഹമുള്ളവളാ, വിശ്വസിച്ച് നിർത്താനും പറ്റും. ഓ, ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവളോട് നേരിട്ട് സംസാരിച്ചാ മതി. എന്താ അവളുടെ പേര്? അത് പറഞ്ഞില്ലല്ലോ. ശാരദ. ശാരദ, നല്ല പേര്. ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എന്ത് ബിസ്ക്കറ്റ്, പാല് ബിസ്ക്കറ്റ് എന്ത് പാല്, പശു പാല് ഏത് പശു, കുട്ടി പശു ഏത് കുട്ടി. അതെ, നാളെ രാവിലെ പോവാനുള്ളത്. ഈ കൈകുട്ടികളെയൊക്കെ നിർത്തിയിട്ട് കിടന്നേ. പാല് എന്ത് പശു, കുട്ടി പശു എന്ത് കുട്ടി, കുട്ടി മതി കളിച്ചത്. ബിസ്ക്കറ്റ് എന്ത് പാല്, പശു പാല് എന്ത് പശു. കുറച്ചുകൂടെ കഴിയട്ടെ. എന്താ ഇവര് കിടക്കുന്നില്ലേ? ആ, ഞാൻ പറഞ്ഞിട്ട് രണ്ടും കേൾക്കുന്നില്ലേ? നേരത്തെ കിടന്നാലേ നേരത്തെ എഴുന്നേക്കാൻ പറ്റൂന്ന് പറഞ്ഞ കേക്കണ്ടേ രണ്ടും? എന്നാ ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരണം. കഥയാ? എനിക്കൊന്നും അറിയാൻ പാടില്ല. എന്റെ ശാലിനി ഏതെങ്കിലും സിനിമാ കഥ പറഞ്ഞാ മതി. ആ, ഉറങ്ങുന്ന വരെയുള്ള കാര്യമല്ലേ ഉള്ളൂ. ആ, ഞങ്ങൾക്ക് പ്രേതകഥ കേൾക്കണം. ഗോസ്റ്റ് പറയാൻ പറ്റോ? പിന്നെ അല്ലാതെ തന്നെ മനുഷ്യനിവിടെ പേടിച്ച കിടക്കുന്ന. അതിന്റെ ഇടയിൽ ഇനി പ്രേതകഥ കൂടെ പറയാഞ്ഞിട്ടാ. അമ്മേ, ഈ ഡ്രാക്കുളയുടെ മക്കളാണോ ഈ പ്രേതങ്ങള്? ആഹാ, ഇതൊക്കെ ആരാ നിങ്ങക്ക് പറഞ്ഞിരുന്നേ? ഇന്നേതോ പ്രേത സിനിമ രണ്ടും കൂടി ഇരുന്ന് കാണുന്നേ കണ്ടായിരുന്നു. പറ അമ്മേ, ഈ ഡ്രാക്കുളയുടെ മക്കളാണോ ഈ പ്രേതങ്ങള്? എന്റെ പൊന്നു മക്കളെ, പ്രേതങ്ങളും ഇല്ല പിശാചുക്കളും ഇല്ല. ഈ ഭൂമിയിൽ അങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒന്നുമില്ല. എല്ലാം വെറും കഥകളാ. മനുഷ്യനെ പറ്റിക്കുന്ന കഥകള്. എന്നാലേ ഞാൻ കിടക്കാൻ പോവാ. ഞാൻ രാവിലെ വന്ന് വിളിക്കും, രണ്ടുപേരും എഴുന്നേക്കണം. ഓക്കേ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഉമ്മ. ശരി. നമുക്ക് ഇന്ന് അമ്മയുടെ ഒപ്പം കിടക്കാം, എന്നിട്ട് അമ്മയെ കൊണ്ട് കഥ പറയിപ്പിക്കാം. ഈ പ്രേതം ചോര കുടിക്കുന്ന എന്തിനാ അമ്മേ? വിശന്നിട്ട്. ശിവനും ശാലിനിയും ഒന്നിച്ചൊരു മുറിയിലാണ് കിടക്കുന്നതെങ്കിൽ
അത് ഷൂട്ട് ചെയ്ത് ഭാമാൻ്റെ കാണിക്കണം. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീയിലേക്കൊരല്പം മണ്ണെണ്ണ ഒഴിച്ചാൽ അത് ആളിക്കത്തും. എനിക്കത് ആളിക്കത്തിക്കണം. നമ്മളെ വിശക്കുമ്പോ ഭക്ഷണം കഴിക്കില്ലേ, അതേപോലെയാ അവര് ചോര കുടിക്കുന്നത്. എന്റെ പൊന്നു മക്കളെ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഇതൊക്കെ വെറും കെട്ടുകഥകളാ. കെട്ടുകഥയെങ്കിൽ കെട്ടുകഥ. അങ്ങനെ ഒരു കഥ പറഞ്ഞേ. ആ, പറയമ്മേ, പ്രേതകഥ പറ. ഡ്രാക്കുളയുടെ കഥ പറഞ്ഞാലും മതി. ഈ മുറിയിലാണ് ഇവർ കിടക്കുന്നതെന്ന് തോന്നുന്നു. ആ, ഞാൻ സിനിമയിലെ പ്രേതങ്ങളെ കുറിച്ച് പറയാം. സാധാരണ പ്രേതങ്ങളെ വെള്ള സാരി ആയിരിക്കും ഉടുക്കുക. മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് വായിൽ രക്തം വലിച്ചു കുടിക്കാൻ പറ്റുന്ന വലിയ പല്ലുകളും ഉണ്ടാവും. പിന്നെ 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 കാലി നിലത്ത് മുട്ടുവോ? കാല് നിലത്ത് മുട്ടില്ല. സ്ലോയിൽ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കും. അയ്യോ, പ്രേതം. അയ്യോ, പ്രേതം. അയ്യോ, പ്രേതം. നമ്മുടെ പ്രേതം. അമ്മ, പ്രേതം. ആ എന്താ അയ്യോ, പ്രേതം. എന്താ എന്താ പറ്റിയേ? ശിവനങ്ങളിൽ പ്രേതം, പുറത്ത് പ്രേതം. പ്രേതകഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെറുതെ തോന്നിയതായിരിക്കും. ആ, കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടത് അവിടെ. ദേ, അവിടുന്ന് പ്രേതം ഓടി. ആ, ചുമ്മാ നിങ്ങൾ കയറി കിടന്ന് ഉറങ്ങാൻ നോക്കി. പ്രേതവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അല്ല ശിവ, ആ? അവിടെ ജനലിന്റെ അടുത്ത് ആരോ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ നോക്കിയിട്ട് തന്നെ കാര്യം. ശിവ, ആ. സൂക്ഷിക്കണം. ആരാ എന്താന്നറിയാതെ. ഒന്നുമില്ല ശാലിനി, ഞാൻ നോക്കിയിട്ട് വരാം. ശിവരങ്ങളിലെ പ്രേതം പിടിക്കുവോ? വിശന്നിട്ട പ്രേതം വന്നെങ്കിൽ ചോര കുടിക്കും, ഉറപ്പാ.